കേരളത്തെ വീണ്ടും വീണ്ടും വരിഞ്ഞു മുറുക്കുകയാണ് ലഹരി. സമൂഹ മാധ്യമങ്ങളിലൂടെയും ലഹരി വിൽപ്പന സജീവമാകുന്ന കാലമാണ്. അത്തരത്തിൽ ലഹരി ആവശ്യക്കാരിൽ എത്തിക്കുന്ന കോട്ടയം പാലാ സ്വദേശി അനുഷയെ ബംഗളൂരുവിൽ നിന്ന് പോലീസ് പിടികൂടി. 2 വർഷമായി ലക്ഷങ്ങളുടെ ലഹരി വിൽപ്പനയാണ് അനുഷ നടത്തിയത്. $32 ഗ്രാം MDMA-യുമായി ബാങ്ക് ഉദ്യോഗസ്ഥനായ മുട്ടത്തറ സ്വദേശി ഗോപകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോപകുമാറിന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് കോട്ടയം പാലാ സ്വദേശിയും നഴ്സിംഗിന് പഠിക്കുന്ന യുവതിയുമായി പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണത്തിലാണ് ലഹരി വിൽപ്പന നടത്തുന്ന അനുഷയിലേക്ക് അന്വേഷണം എത്തിയത്. തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ബംഗളൂരുവിൽ നിന്ന് അനുഷയെ പിടികൂടി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവരെ കെണിയിലാക്കി ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്നു. യുവതി 2 വർഷമായി ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി ഇടപാടുകൾ നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി പേയിങ് ഗസ്റ്റുകൾ താമസിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.